രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ജിഷിൻ്റെയും അമ്മയുടെയും വിവാഹം തന്നെയാണ്. ഇരുവരുടെയും രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ജിഷിൻ്റെ രണ്ടാം വിവാഹത്തിന് ശേഷം വരദ പങ്കുവച്ച വീഡിയോയിൽ ജിഷിനെ മറക്കാതിരിക്കുന്ന അമ്മയും മകനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും നോക്കുന്നതും ഇതേ കാര്യത്തെ പറ്റി തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതും ഇതേ വിഷയത്തെക്കുറിച്ചാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടതായി ഉണ്ട്. വരദ ഇപ്പോൾ മകൻ സ്കൂളിൽ പോകാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളെ കാണിക്കുകയാണ്. അവന് വേണ്ടി ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് വരദ പറയുന്നു. അതിൽ മകൻ്റെ പേര് അച്ചടിച്ച് വന്ന പല കാര്യങ്ങളുമുണ്ട്. നെയിം സ്ലിപ്പ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ എല്ലാത്തിലും മകൻ്റെ പേര് കാണാൻ സാധിക്കുന്നു. ജിയാൻ എന്നാണ് മകൻ്റെ പേര്. ജിയാൻ, ജിഷിൻ എന്ന മുഴുവൻ പേരും കാണിച്ചുകൊണ്ട് തന്നെയാണ് വരദ എത്തുന്നത്. എന്നാൽ തൻ്റെ ഭർത്താവ് ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വരദയ്ക്ക് നന്നായി അറിയാമെങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടായി വരദ കാണിക്കുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ വളരെയധികം സംസാരിച്ച് അതിനൊരു കാര്യം ആയതിനു ശേഷം മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പോലും. അതുകൊണ്ട് ഇതവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. മകനെയും നോക്കിക്കൊണ്ട് വരദ ഇപ്പോൾ വരദയുടെ ജീവിതമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ജിഷിനും പുതിയ ജീവിതം എന്തായാലും നോക്കണമല്ലോ. അങ്ങനെയാണ് ജിഷിനും അമ്മയുടെ അരികിലേക്ക് എത്തിയത്. വിവാഹമോചനത്തിന് ശേഷം ആകെ ഒറ്റപ്പെട്ടിരുന്ന ജിഷിൻ്റെ അരികിലേക്ക് എത്തിയ വ്യക്തിയാണ് അമ്മയ. വരദയും അങ്ങനെ തന്നെയാണ്. വരദയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളെല്ലാം മാറ്റിയത് മകൻ തന്നെയാണ്. മകനുമായിട്ടുള്ള ജീവിതത്തിൽ വരദ അത്രമേൽ സന്തോഷത്തിലാണ് എന്ന് കൂടെ നമ്മൾ പറയേണ്ടതായുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് വരദയുടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് അതിനെ കുറിച്ച് കാണുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാനുള്ള കാരണം വരദയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. വരദ മകന് നൽകുന്ന സ്നേഹവും അങ്ങനെ തന്നെയാണ്. മകനോട് വളരെയധികം അടുപ്പമാണ് വരദയ്ക്കുള്ളത്. എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറയാറുണ്ട് എന്ന് വരദ പറയുന്നു. മകൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാൻ വരദയ്ക്ക് വളരെയധികം ഇഷ്ടവുമാണ്. മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നതുൾപ്പെടെ പലതും പ്രേക്ഷകർ ചോദിച്ചെത്താറുണ്ട്. മകനെക്കുറിച്ച് പറയാനും മകൻ്റെ ചിത്രങ്ങൾ കാണിക്കാനും വീഡിയോയിലൊക്കെ മകൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനും വരദ മറക്കാറില്ല. അതെല്ലാം പ്രേക്ഷകരെ കൃത്യസമയത്ത് വരദ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി പറയുന്നത് തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നു. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ്. ഇപ്പോഴിതാ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു. ജിഷിൻ്റെ വിവാഹത്തിന് ശേഷം ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ ജിഷിൻ്റെ വിവാഹം ജിഷിൻ്റെ തീരുമാനമാണ് എന്നും ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം സന്തോഷമായിട്ടിരുന്നാൽ മതിയെന്ന വരദയും മകനും പറയാതെ പറയുകയാണ് ഈ വീഡിയോയിലൂടെ. എത്രയൊക്കെ ആണെങ്കിലും അമ്മയും അച്ഛനും പിരിഞ്ഞുവെങ്കിലും ആ മകൻ്റെ അച്ഛനല്ലാതെ ജിഷിൻ ഒരിക്കലും ആകില്ല എന്ന സത്യം തന്നെയാണ് ഇപ്പോൾ വരദ പറയുന്നത്. എന്നാൽ വരദ ആ വിവാഹത്തെക്കുറിച്ചോ വിവാഹ വാർത്തയെക്കുറിച്ചോ ഒരു ആശംസ പോലും പറയാത്തതിൽ പ്രേക്ഷകർ ആദ്യം എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവരെല്ലാവരും പരസ്പരം സംസാരിക്കുകയും ഓക്കെ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തതിനു ശേഷമാണ് പ്രേക്ഷകർ കൂടുതലും അത് പിന്തുണച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.